OnePlus പുതിയതായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന OnePlus Z എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുവഴി ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. OnePlus 8 സീരീസ് സ്മാർട്ട് ഫോണുകളായ OnePlus 8 ലൈറ്റ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് OnePlus 8, OnePlus 8 Pro എന്നിവയ്ക്കൊപ്പം അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല. OnePlus Z, OnePlus 8 ലൈറ്റ് ലോഞ്ച് ജൂലൈയിൽ നടക്കുമെന്ന് ഇപ്പോൾ ഒരു ടിപ്സ്റ്റർ വെളിപ്പെടുത്തി. ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി ട്വിറ്ററിൽ ഒരു ചിത്രം പങ്കിട്ടു. OnePlus Z ജൂലൈ മാസത്തിൽ പ്രഖ്യാപിക്കും. ഇതിന് ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഡിസൈൻ ഉൾക്കൊള്ളാൻ കഴിയും. OnePlus 8, OnePlus 8 Pro എന്നിവ പോലെ ഇടതുവശത്ത് കട്ടൗട്ട് സ്ക്രീനിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കാം. ഈ ബ്രാൻഡ് ലോഞ്ച് തീയതി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ശ്രദ്ധിക്കുക. ഏത് വിപണിയാണ് OnePlus ആദ്യമായി അവതരിപ്പിക്കുവാനായി പദ്ധതിയിടുന്നതും അറിയില്ല. ഈ സ്മാർട്ട് ഫോണിനെ OnePlus Z അല്ലെങ്കിൽ 8 ലൈറ്റ് എന്ന് വിളിക്കും. മീഡിയാടെക് ഡൈമെൻസിറ്റി 1000 ചിപ്സെറ്റ് സവിശേഷതയുമായി വരുമെന്ന് OnePlus 8 ലൈറ്റ് അല്ലെങ്കിൽ OnePlus Z പറയുന്നു. താരതമ്യേന അടുത്തിടെ ലോഞ്ച് ചെയ്ത 8 Pro പാക്ക് ഒരു സ്നാപ്ഡ്രാഗൺ 865 SoCയെ OnePlus 8 സീരീസിൻ്റെ ഏറ്റവും താങ്ങാവുന്ന വേരിയൻ്റ് ആയിരിക്കും. OnePlus Z ഫുൾ HD+ റെസൊല്യൂഷനോട് കൂടിയ 6.4 ഇഞ്ച് ആംബ്ലോ ഡിസ്പ്ലേയും 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ടാകും. ഇതിന് 8GB LPDDR4X റാമും 128GB 256GB UFS 3.0 ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് OnePlus Zലുള്ളത്. ഇതിൽ 48 മെഗാപിക്സൽ മെയിൻ ലെൻസ്, 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ എന്നിവ ഉൾപ്പെടാം. മുൻവശത്ത് 16 മെഗാപിക്സൽ സോണി IMX471 സെൻസർ ഉണ്ട്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പിന്തുണയോടെ കുറഞ്ഞത് 4000 mAh ബാറ്ററിയെങ്കിലും ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. ഇതിൽ ആൻഡ്രോയിഡ് 10 ബോക്സിന് പുറത്ത് പ്രവർത്തിക്കും. OnePlus 8 ലൈറ്റ് അല്ലെങ്കിൽ OnePlus Z വില 30,000 രൂപയിൽ താഴെയായിരിക്കാം. നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.